ചലച്ചിത്ര മേഖലയെ പിടിച്ചുകുലുക്കിയ ഒരു വിവാദമായിരുന്നു സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആ ലൈംഗിക പീഡന കേസ്. അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ ഒളിവിലായിരുന്നു. പിന്നീട് ജാമ്യം ലഭിച്ചപ്പോഴാണ് തിരിച്ചു വന്ന് പോലീസിൽ മൊഴികൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു. ആ സമയമെന്നും ഈ ഉദ്യോഗസ്ഥരുമായി സിദ്ദിഖ് സഹകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറുപടികൾ ഈ അനാവശ്യമായ മറുപടികളായിരുന്നു എന്ന് പോലീസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി ജാമ്യം വീണ്ടും അനുവദിച്ചിട്ടുണ്ടല്ലേ? സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അത് പറയുന്ന ഒരു കാര്യം, ഈ യുവതി പറയുന്ന അനുസരിച്ച് 2016 ഈ സംഭവം നടന്നത്. യുവതി നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും, അന്ന് 2016 വിരുദ്ധ ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ റൂമിൻ്റെ നമ്പർ പറയുന്നു, ഇതെല്ലാം പോലീസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ബില്ലിൻ്റെ ഉൾപ്പെടെ അവിടെ താമസിച്ചതിൻ്റെ ബില്ല്, അങ്ങനെ രേഖകളെല്ലാം പോലീസ് കൃത്യമായി കണ്ടെത്തി. പക്ഷേ അതിനകത്ത് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് 2016 ഒരു സംഭവം നടന്നിട്ട് ഈ 8 വർഷം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വൈകിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സംഭവം നടന്നു, അന്വേഷണത്തെയും ബാധിക്കുമല്ലോ. ആ സമയത്ത് തെളിവുകൾ ശേഖരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വന്നിരിക്കുമല്ലോ. അതെ 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 അപ്പം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പരാതി കൊടുക്കാൻ വൈകിയാൽ പോലും പിന്നീട് അത് കേസെടുത്ത് വരുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മികവുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിൽ തെളിവ് കണ്ടെത്തിയൊക്കെ എടുക്കുക ചെയ്യും. പക്ഷേ ഇവിടെ കോടതി മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഈ 2016 സംഭവം നടക്കുന്നു, 2018 യുവതി ഈ മീറ്റു ആരോപണം എന്ന് വരികയാണ്. മീറ്റു, ലോകമെമ്പാടും മീറ്റു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വരുന്നു. സ്ത്രീകളപ്പോൾ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ യുവതിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ 2016 ഈ സംഭവം നടക്കുന്നു, 2018 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. 2018 കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ 6 വർഷമായിരിക്കുന്നു. 6 വർഷം എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് യുവതി വീണ്ടും രംഗത്ത് വരികയും സിദ്ദിഖിനെതിരെ പരാതിയായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നത്, ഫേസ്ബുക്കിൽ ഇത് കൃത്യമായി ഇടുകയും ഫേസ്ബുക്കിൽ ആക്റ്റീവായി നിൽക്കുകയും സധൈര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലോകമെമ്പാടും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മീഡിയ, അപ്പോൾ അവിടെ ഇത് പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ഒരു പരാതി നൽകുന്നതിൽ ഈ യുവതി കാണിച്ചില്ല? അപ്പോൾ അത്രയും കാലതാമസം, 8 വർഷത്തിന് ശേഷം നൽകിയ ഒന്ന് എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി സിദ്ദിഖിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സിദ്ദിഖിന് ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായ പരാതി കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ആരോപണങ്ങൾ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. സിദ്ദിഖിനെതിരെ അല്ലല്ല മറ്റ് പലർക്കെതിരെയും അവർ കുറിപ്പിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുതുന്ന ഒരാൾക്ക്, കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ ധൈര്യം കാണിച്ച ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകാമായിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ആ അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ വിചാരണ കോടതിയിൽ പാസ്പോർട്ട് കെട്ടിവെക്കണം, ഇതാണ് ജാമ്യ ഉപാധികൾ. ഇനി അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തണം, ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിന് തോന്നുകയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടണം. സിദ്ദിഖിനെ അകത്തിടാനുള്ള വകുപ്പില്ല, ജാമ്യമാണ്. ജാമ്യത്തിൽ പുറം രാജ്യങ്ങളിലേക്ക് ഇനി സഞ്ചരിക്കാൻ കഴിയില്ല, പാസ്പോർട്ട് കെട്ടിവെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പുറം രാജ്യത്തിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് താൽക്കാലിക ജാമ്യം അനുവദിച്ചുകൊണ്ട് അന്ന് കോടതി വാദിച്ച ഒരു കാര്യം, കോടതി പറഞ്ഞ ഒരു കാര്യം, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് അന്നും കോടതി കണ്ടത്. അതായത് ആ സമയത്ത് 2018 ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അന്ന് മുതൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി പരാതി കൊടുക്കുന്ന കാലം വരെയും സിദ്ദിഖ് ഇവരെ സ്വാധീനിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. സിദ്ദിഖിനെതിരെയാണല്ലോ പോസ്റ്റ് ഇടുന്നത്. സിദ്ദിഖിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടും ഇത്രയും കാലമായി ഈ 6 വർഷത്തിനിടയ്ക്ക് യാതൊരു കാരണവശാലും ഇവർക്കെതിരെ ഒരു ഭീഷണി ഉയർത്താനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനോ സിദ്ദിഖ് ശ്രമിച്ചിട്ടില്ല. എപ്പോഴാണ് ജാമ്യം നിഷേധിക്കുന്നത്? ഈ കക്ഷി ഇയാൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഈ ഇരയായ ആളിനെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നൊക്കെ വരുന്നതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കപ്പെടുന്നത്. 6 വർഷമായിട്ടും അത്തരം ഒരു സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്, ഭീഷണിപ്പെടുത്താനോ സിദ്ദിഖ് ശ്രമിക്കുന്നില്ല. അതായത്
ഫേസ്ബുക്കിൽ അവരിടുന്ന എപ്പോഴാണ്? 2018 2018 ഫേസ്ബുക്കിൽ ഇടുന്ന സമയം മുതൽ സിദ്ദിഖ് അവരെ അപായപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് താൽക്കാലിക ജാമ്യം സുപ്രീം കോടതി അനുവദിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായ തെളിവുകളാണ് കോടതി ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് അതിനുപരി കോടതിയിൽ വരുമ്പോൾ കൃത്യമായ തെളിവ്, ആ തെളിവുകളാണ് ജഡ്ജി നോക്കുക, ആ തെളിവുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ആ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വിവേചനാധികാരത്തോടെ ജഡ്ജിക്ക് പറ്റും. അപ്പോൾ പലപ്പോഴും പല കേസുകളിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാത്ത വിധി വരുമ്പോൾ ആദ്യം തന്നെ ഈ സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നല്ലോ പോലീസ് എടുത്ത്. ആദ്യഘട്ടങ്ങളിലൊന്നും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായെന്ന് പറഞ്ഞത് നമുക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കുറ്റവാളിയാണെങ്കിൽ ആരെങ്കിലും ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ എന്താണ് ചെയ്യുന്നത്? നേരെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് തന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് സിനിമയിലാണ്. അപ്പോൾ അല്ലാതെ ഒരു ഘട്ടം വരുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. അയാൾ ഒറ്റ മുങ്ങൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജാമ്യം എടുക്കാൻ വേണ്ടി മുങ്ങും. കാരണം മുങ്ങിയില്ലെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം, പിന്നെ മുൻകൂർ ജാമ്യത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ. അതെല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. അപ്പോൾ സിദ്ദിഖിനെ നമ്മൾ ന്യായീകരിക്കുകയില്ല. അവിടെ ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അല്ല, പോലീസിന്റെ വീഴ്ചയല്ലേ? അല്ല, പോലീസ് അത് ഇതിനെ ഇപ്പോൾ സുകുമാരക്കുറുപ്പ് പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അത് പോലീസിന്റെ വീഴ്ചയാണ്. ഇതുപോലെ സുകുമാരക്കുറുപ്പല്ലല്ലോ ഇത്, സിദ്ദിഖ് അല്ല, ഒരാളിപ്പോൾ മുങ്ങണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് മുങ്ങാമല്ലോ. പിന്നെ പോലീസ് കണ്ണടച്ചു കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട്. പോലീസ് ഒന്ന് കണ്ണടയ്ക്കും, അയാളവിടെ സേഫായിട്ടിരുന്നോട്ടെ, ജാമ്യത്തിനൊക്കെ പോട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യും. പക്ഷേ ഈ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് CPM ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും സിദ്ദിഖിന് അങ്ങനെ ഒരു പരിഗണന കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അറസ്റ്റ് ചെയ്യാതെ കുറച്ചുനാൾ ജർമ്മനിയിൽ ഉൾപ്പെടെ, ജർമ്മനി എവിടെ ഏതോ വിദേശ രാജ്യത്തായിരുന്നല്ലോ, ഒളിവിലായിരുന്നു കുറച്ചുനാൾ ഉണ്ടായിരുന്നു. പിന്നീട് ജാമ്യം ലഭിച്ചപ്പോഴാണ് അദ്ദേഹം വീണ്ടും തിരിച്ച്. അല്ല, അതങ്ങനല്ലേ, ആളുകൾ പുറത്തേക്ക് പോകും, അത് സ്വാഭാവികമല്ലേ. നമുക്കിപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് കയറി കൊടുക്കത്തില്ലല്ലോ. നിയമത്തിൻ്റെ അത്തരം പഴുതുകളുണ്ട് നമ്മുടെ നിയമത്തിൽ. ആ പഴുതുകൾ ഉപയോഗപ്പെടുത്താൻ ഈ കേസിൽ പ്രതിയാകുന്ന ആളുകളും ശ്രമിക്കും. ആ പഴുതുകൾ ഉപയോഗപ്പെടുത്തിയാണ്. ഈ രീതിയാണ് അദ്ദേഹം ഈ കേസിൽ നിന്ന് മുക്തനാകുമല്ലോ അല്ലേ? അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി കേസ് പരിഗണിക്കുന്ന സമയത്ത് ശക്തമായ ഈ ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ, ഇപ്പോൾ ഒരു അഭിഭാഷകൻ, മിടുക്കനായ ഒരു അഭിഭാഷകൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് നമുക്ക് ഊരിപ്പോരാൻ പറ്റും. ഏറ്റവും മിടുക്കനായ ഒരു അഭിഭാഷകൻ ഉണ്ടായിരിക്കണം. എത്ര പ്രമാദം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രെയിനിൽ ഗോവിന്ദച്ചാമിയുടെ കേസ് വാദിക്കാൻ വന്ന ആളൂരാണ്. ആളൂർ അന്ന് വാദിച്ചത്, ആ ഗോവിന്ദച്ചാമിക്ക് കൊലക്കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല. ഗോവിന്ദച്ചാമി ആ കുട്ടിയെ കൊന്നു എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ റേപ്പ് ചെയ്തു, അപകടം പറ്റി, അതെല്ലാം ശരിയാണ്. പക്ഷേ ഗോവിന്ദച്ചാമിയാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിന് കാരണം എന്നുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അവിടെ ആളൂരിൻ്റെ വാദമാണ് കോടതി അംഗീകരിച്ചത്. റേപ്പ് ചെയ്തിട്ടുണ്ട്, ട്രെയിനിൽ നിന്ന് ചാടിയിട്ടുണ്ട്, ആ കുട്ടി ആത്മരക്ഷാർത്ഥം ചാടിയതാണ്, എൻ്റെ കക്ഷി തള്ളിയിട്ടതല്ല, ഇങ്ങനെ വാദിച്ചാണ്. അപ്പോൾ അത് തെളിയിക്കാൻ പറ്റാതെ വന്നപ്പോൾ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഗോവിന്ദച്ചാമിക്ക് ഊരിപ്പോരാൻ പറ്റി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെടാം എന്നുള്ളതാണ്. ഇത് സിദ്ദിഖും ഈ യുവതിയും തമ്മിലുള്ള യുവതി സിദ്ദിഖിനെതിരെ ആരോപിച്ചിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായ തെളിവോടുകൂടി കോടതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.